ഇനി നമുക്ക് ആറ്റുകാൽ പൊങ്കാല സ്പെഷ്യലായിട്ടുള്ള മണ്ടപ്പുറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 3/4 കപ്പ് തൊലിയോട് കൂടിയിട്ടുള്ള ചെറുപയറാണ്. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് വറുത്തെടുക്കാം. ഒരുപാടങ്ങ് കരിഞ്ഞു പോരുത്, ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നവരെ ഒന്ന് വറുത്തെടുക്കണം. ഇനി ഇത് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് നിരത്തിയിട്ട് കൊടുക്കുക. തണുത്തതിന് ശേഷം ചെറിയ തരികളോട് കൂടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരുകിയതാണ്, ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണ് വേണ്ടത്. ഇതിലേക്ക് ഒരു 200 ഗ്രാം ശർക്കര പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശർക്കരയും തേങ്ങയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ കുറച്ചൊരു വെള്ളം ഇതിൽ നിന്നും ഇറങ്ങി വരും. ആ ഒരു ഇതിലാണ് നമ്മളിനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കുന്നത്. നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ചുക്ക് പൊടിച്ചതും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ്. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറും കൂടെ ചേർത്ത് കൈവച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് കൈവച്ചിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ഉരുളകളാക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ തലയോട്ടിയുടെ ഷേപ്പിൽ ആക്കിയെടുക്കുകയോ ചെയ്യാം. തലവേദന ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഭഗവതിക്ക് ഇത് നേദിക്കുമ്പോൾ തലവേദനയൊക്കെ മാറും എന്നാണ് വിശ്വാസം. ഇനി ഇത് നമുക്ക് ആവിയിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഈ ഒരു സ്റ്റീമറിൻ്റെ റിവ്യൂ നമ്മളിതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇൻഡസ് വാലിയുടെ സ്റ്റീമറാണ്. നമ്മുടെ കൂപ്പൺ കോഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. അത് കമൻറ്റിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ മണ്ടപ്പുറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ പൊങ്കാലയ്ക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാം.